അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എഗ്ഗ് പൊറോട്ടയാണ്. അപ്പോൾ 2 മുട്ട മതി, നമുക്ക് 5 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള എഗ്ഗ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏത് അസുഖക്കാർക്ക് വേണമെങ്കിലും കഴിക്കാനും പറ്റും, ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ നമ്മൾ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സവാള ആദ്യം ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, 2 കപ്പ് പൊടിക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 2 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. പക്ഷെ 3 എണ്ണം വെച്ച് കഴിക്കാനുള്ള ഐറ്റം നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, 5 പേർക്ക്. അപ്പോൾ ഇതാ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയില കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളിതെല്ലാതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി, ക്യാരറ്റ് വേണമെന്നൊന്നുമില്ല. ഇതന്നെ നമുക്ക് കറക്റ്റ് 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗിലേക്കുള്ള ഇത് ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 എഗ്ഗാണ് കേട്ടോ ഇതിൽ എടുക്കുന്നത്. 2 എണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ കൂടുതൽ പൊടി എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ 2 എഗ്ഗ് കൂടി ഇട്ടിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ പൊടിയിലും ചേർത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പ്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, ഇതാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങളിത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പാണ് എടുക്കുന്നത്. ഈ മിക്സിലേക്ക് കറക്റ്റാണ്. അപ്പോൾ ഇതാ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെറും ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് മിണുമിണുപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്രിസ്പിയൊക്കെ കിട്ടും, പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് വെള്ളം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കപ്പിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് ഒഴിച്ച് തരുന്നത്. ആദ്യം ഞാൻ 2 കപ്പ് ഒഴിച്ചെടുത്തിട്ട് 1 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മളിതിൽ കട്ടകൾ ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ 2 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ ബാക്കി 1 കപ്പ് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി കട്ടകളില്ലാണ്ട് ഒന്നും കൂടി ഉടച്ചെടുക്കുക. എന്നിട്ട് 1 കപ്പ് കൂടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്ന് ഒരു 1/2 കപ്പ് വെള്ളത്തോളാണ് നമുക്കിതിലേക്ക് വന്നിട്ടുള്ളത്. ചിലർക്ക് കുറച്ച് കൂടുതൽ വരും, ചിലർക്ക് കുറച്ച് കുറവ് വരും. ഓരോ പൊടിക്കനുസരിച്ചിരിക്കും. നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിനാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് നല്ലോണം ലൂസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ദോശ കനലാണ്ടാവുമ്പോൾ നമുക്കിത് എഗ്ഗ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇതാ ഇത്രയും തിക്കിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇത് 1/2 കപ്പ് വെള്ളം നമ്മൾ പിന്നെ ബാക്കി എടുത്തിട്ടില്ല, 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മിക്സ് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ബാറ്റർ ഇതുപോലെ വേണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും തൂവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ 1 തവി മാവ് എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നല്ല കനം കുറച്ച് പരത്തി എടുക്കണ്ട, എന്ന് നല്ല വീശി എടുക്കും വേണ്ട. ഇത്രയും വലുപ്പം മതി കേട്ടോ. ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് വെള്ളമാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്
പരത്തിയെടുക്കാം കേട്ടോ. ഇനി പരത്തിയെടുക്കാൻ വയ്ക്കില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി, എന്നിട്ട് കൂട്ടിയെടുത്താൽ മതി. ഇതാ അപ്പോൾ നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പുറം കൂടി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് മസാല നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ 1 ടേബിൾ സ്പൂൺ എഗ്ഗ് മസാല എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇതിന് നമുക്ക് ധാരാളമാണ് കേട്ടോ ഒരു ദോശയ്ക്ക്. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതാ ഇതുപോലെ സൈഡ് ഇതുപോലെ ആക്കി കൊടുക്കുക. കണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആ എഗ്ഗിൽ ഇത് പ്രസ്സായി കിട്ടും. ഇനി ഇതൊന്ന് മെലിഞ്ഞ് വരട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ബട്ടറോ നെയ്യോ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടറോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഒന്നും തേച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എണ്ണമെഴുക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എഗ്ഗൊക്കെ വെന്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയായി വരും ചെയ്യും. ഇപ്പോൾ കണ്ടല്ലോ, ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് കറി ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പരത്തിയെടുക്കാം. നല്ലോണം വീശി പരത്തിയെടുക്കണ്ട. അപ്പോൾ നമുക്കിത് മറിച്ചിടുമ്പോഴും ഇതാകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. കണ്ടല്ലോ, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. നല്ല ചൂടോടെ കഴിക്കാനും ചൂടാറി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ ആകുമ്പോൾ ക്രിസ്പിയോടെ കഴിക്കാം, ചൂടാറുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് മസാല 1 ടേബിൾ സ്പൂൺ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കറക്റ്റ് എഗ്ഗും ഉള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് നമുക്കിത് ഒലിച്ചു പോവോ ഒന്നുമില്ല, പുറത്തേക്ക് പോവോ ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ എഗ്ഗ് ആകുമ്പോഴാണ് ഒലിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇത് 2 എഗ്ഗ് ആകുമ്പോൾ കറക്റ്റാണ്. കണ്ടല്ലോ, നമ്മുടെ മസാല ഒരുപാട് ബാക്കിയുണ്ട്. നമ്മൾ ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഫുള്ളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ സൈഡൊന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പുറം ഒന്ന് എണ്ണ തൂവി കൊടുക്കണമെങ്കിൽ തൂവി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗ് വേവോളം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടല്ലോ, രണ്ടാമത്തെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, ഇത്രയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തു. ഇനിയും ഉണ്ടാക്കിയെടുക്കാനുണ്ട്. 6 പേർക്ക് 3 എണ്ണം വെച്ച് വരെ കഴിക്കാനുള്ളത് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് കഴിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.